ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മാത്സിലെ 12ാമത്തെ പാഠഭാഗം അഥവാ അവസാനത്തെ പാഠഭാഗമായ ഒറ്റ നോട്ടത്തിൽ എന്ന പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഈ അവസാനത്തെ പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ആദ്യം മലയാളം മീഡിയമാണ്. ഇവിടെ ഈ ചിത്രത്തിൽ ഒരുപാട് കുരങ്ങന്മാരും അണ്ണാന്മാരും എല്ലാവരും ഉണ്ടല്ലേ. കൂട്ടുകാരൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോളൂ. അതുപോലെ മുയലുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഫ്രൂട്ട് സാലഡ് എന്നുള്ളതാണ്. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതിനായി മിലൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ പഴങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അധ്യാപകൻ പറയാണ് എല്ലാ തരം പഴങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ പറയാണ് ഓരോ തരം പഴങ്ങളും എത്ര വീതമുണ്ട്? ഇങ്ങനെ വെച്ചാൽ എങ്ങനെ എണ്ണും? തരം തിരിച്ച് വെച്ചാലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു കൊട്ടയിലാണുള്ളത് അല്ലേ. ഒരു കൊട്ടയിൽ എല്ലാ പഴങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എണ്ണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ തരം തിരിച്ചിട്ടാണ് പഴങ്ങളെ വെച്ചിട്ടുള്ളത്. ഓരോ പഴങ്ങളും ഓരോന്നായിട്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഓരോ പഴത്തിൻ്റെയും എണ്ണം എത്രയാണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എഴുതി നോക്കാം. ആദ്യം എന്താണ്, ആദ്യത്തേത് എത്ര എണ്ണമാണുള്ളത്? ആദ്യത്തേത് 5 എണ്ണമാണുള്ളത്. അപ്പോൾ അവിടെ 5 എന്ന് കൂട്ടുകാർ എഴുതി കൊടുക്കുക. ഓക്കെ, 5 എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തേത് പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ ഉള്ളത് ഒരെണ്ണമാണ്. അപ്പോൾ അവിടെ 1 എന്ന് എഴുതുക. മാംഗോ ഉള്ളത് 3 ആണ്. 3 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് ഓറഞ്ച് 3 എണ്ണമാണുള്ളത്. അടുത്തത് 8 എണ്ണമാണുള്ളത്. അടുത്തത് പഴം 10 എണ്ണമാണ് ഉള്ളത്. ഏത് തരം പഴമാണ് കൂടുതലുള്ളത്? ഏതാണ്? വാഴപ്പഴമാണ്. അപ്പോൾ അവിടെ വാഴപ്പഴം എന്ന് കൂട്ടുകാർ എഴുതി കൊടുക്കുക. ഓക്കെ, വാഴപ്പഴം. ഇനി ഒരെണ്ണം മാത്രമുള്ള പഴം ഏതാണ് കൂട്ടുകാരെ? ഇതിൽ ഒരെണ്ണം മാത്രമുള്ളത് പൈനാപ്പിൾ ആണല്ലേ. അപ്പോൾ അവിടെ പൈനാപ്പിൾ എന്ന് എഴുതി കൊടുക്കണം. പൈനാപ്പിൾ. ഓക്കെ, ഇനി അടുത്തത് ഒരേ എണ്ണം ഉള്ള പഴങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മാങ്ങയാണ്, അതുപോലെ തന്നെ ഓറഞ്ച്. ഈ 2 പഴങ്ങളും ഒരേ എണ്ണമാണ് ഉള്ളത്. ഇനി പൈനാപ്പിളിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ് പേരക്ക? ഇവിടെ പൈനാപ്പിൾ എത്രയാണുള്ളത്? 1 ആണല്ലേ. പേരക്ക എത്ര എണ്ണമാണ് കൂട്ടുകാരെ ഉള്ളത്? എത്ര ഉണ്ട്? 8 എണ്ണം. അപ്പോൾ എത്രയോ കൂടുതൽ? 7 എണ്ണമാണ് കൂടുതലുള്ളത്. മാങ്ങയേക്കാൾ കൂടുതലുള്ള പഴങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? ആപ്പിള്, ഇവിടെ എഴുതേണ്ടത് താഴെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ആപ്പിൾ, പേരയ്ക്ക, വാഴപ്പഴം. ഈ 3 എണ്ണം താഴെ ആ ബോക്സിൽ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അടുത്ത പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്ന്. സ്കൂളിലെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളെടുത്ത് അവർ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. നിങ്ങൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കൂ. അടുക്കളയിൽ നിന്ന് ഏതെല്ലാം പാത്രങ്ങൾ എടുത്തു? അപ്പോൾ ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങൾ എടുത്തത്, എത്ര പാത്രം എടുത്തു എന്ന് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. പാത്രത്തിൻ്റെ ചിത്രവും വരക്കുക, അതിൻ്റെ എണ്ണവും നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി എൻ്റെ വീട്ടിലെ പാത്രങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ഗ്ലാസ് ഉണ്ട്, എത്ര പ്ലേറ്റ് ഉണ്ട്, എത്ര കയ്യിലുണ്ട്, എത്ര സ്പൂണുണ്ട്, എത്ര ചട്ടിയുണ്ട്, എത്ര കലമുണ്ട്, ബക്കറ്റുണ്ട് എന്നൊക്കെ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഇനി പലഹാരങ്ങൾ എന്നുള്ളതാണ്. മിലൻ പാത്രങ്ങളുടെ എണ്ണം നോക്കാൻ അടുക്കളയിൽ പോയി. അമ്മ അവൻ്റെ ഇഷ്ട പലഹാരമായ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. എൻ്റെ പിറന്നാളാണല്ലേ, എല്ലാ കൂട്ടുകാർക്കും ഉണ്ണിയപ്പം കൊടുക്കണം എന്നാണ് അവൻ പറയുന്നത്. മിലൻ ഉണ്ണിയപ്പവുമായി ക്ലാസ്സിലെത്തി. എനിക്ക് ഇലയടയാണ് ഇഷ്ടം. അപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് ഇലയടയാണ് ഇഷ്ടം എന്ന് പറയാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും ഇഷ്ടപലഹാരം ചോദിച്ചറിഞ്ഞ് ഓരോ പലഹാരവും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ചിത്രരൂപത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇലയടയാണെങ്കിൽ ഇലയട എത്ര പേർക്കാണ് ഇഷ്ടം അത്രയും പേരുടെ എണ്ണം എഴുതുന്നതിന് പകരം ഇലയടയുടെ ചിത്രം വരച്ച് ചേർക്കുക. അതുപോലെ തന്നെ നെയ്യപ്പം, ഉഴുന്നുവട, ബോണ്ട, ഉണ്ണിയപ്പം, പരിപ്പുവട, ഉള്ളിവട, ഇതൊക്കെ എത്ര പേർക്ക് ഇഷ്ടമാണ് എന്ന് നിങ്ങളൊന്നവിടെ ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? അപ്പോൾ ഇത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഏതാണ്, എത്ര പേർക്കാണ്, ഉഴുന്നുവട ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്, ആർക്കും ഇഷ്ടമില്ലാത്ത പലഹാരം ഏതാണ് എന്നൊക്കെ നിങ്ങളെടുത്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ആ ടേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവും കിട്ടും. ഇനി ഇതേപോലെ തന്നെ ചില ചോദ്യങ്ങൾ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി നോക്കാം. എന്തെഴുതാം നമുക്ക്? ആദ്യമായി കഴിച്ച പലഹാരം ഏതാണ്? ഓക്കെ, ആദ്യമായി കഴിച്ച പലഹാരം
ഏതാണ്? ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എഴുതാൻ പറ്റുന്ന വേറെ എന്താ ഉള്ളത്? അടുത്ത വേറെ ചോദ്യം പറയൂ. ഒരു പ്രാവശ്യം മാത്രം കഴിച്ചത് അല്ലേ? ഒരു പ്രാവശ്യം കഴിച്ച പലഹാരം ഏത്? ഇനിയോ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഏത്? ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഏത്? ഇനി അടുത്തത് പഴംപൊരി ഇഷ്ടമുള്ളവർ ആരൊക്കെ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. ഇനി അടുത്ത പേജ് നോക്കൂ. കളിവാഹനങ്ങൾ. മിലന് പിറന്നാൾ സമ്മാനമായി കളിപ്പാട്ടം വാങ്ങാൻ അവർ കടയിലെത്തി. കളിവാഹനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു ആ ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓരോ വാഹനത്തിൻ്റെയും എണ്ണം വരച്ചു ചേർക്കൂ. എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചിത്രം വരച്ച് ചേർക്കുക. ഇവിടെ ഓരോന്നിൻ്റെയും എണ്ണം എത്രയാണെന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തേത് കാറാണല്ലേ. കാർ അവിടെ എത്ര എണ്ണമാണ് കൂട്ടുകാരെ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. എത്രയാണ്? 8 എണ്ണമാണുള്ളത്. ഓക്കെ, എത്രയാണ്? 8. അപ്പോൾ നിങ്ങളവിടെ 8 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ബസ്സാണ്. ബസ് എത്ര എണ്ണമാണുള്ളത്? ബസ് 2 എണ്ണമുണ്ട്. ജീപ്പ് 5 എണ്ണമാണുള്ളത്. വിമാനം 1 ഉണ്ട്. സൈക്കിൾ 8 എണ്ണമാണുള്ളത്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ 6 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അതേപോലെ ഇവിടെ നിങ്ങൾ ചിത്രവും വരച്ച് ചേർക്കുക. മനസ്സിലായില്ലേ? ഇനി ഇതിന് അടിസ്ഥാനമാക്കി കുറച്ച് ചോദ്യങ്ങളാണ് താഴെയുള്ളത്, അടുത്ത പേജിലുള്ളത്. ഏതു വാഹനമാണ് ഏറ്റവും കുറവ്? ഏതു വാഹനമാണ് അവിടെ ഏറ്റവും കുറവായിട്ടുള്ളത്? വിമാനമാണല്ലേ. അപ്പോൾ അവിടെ വിമാനം എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. വിമാനം. ഇനി ഒരേ എണ്ണമുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഒരേ എണ്ണമുള്ളത്? കാറ്, സൈക്കിളുമാണ്. അപ്പോൾ അവിടെ കാറ്, സൈക്കിൾ ഇത് രണ്ടുമാണ് ഒരേ എണ്ണമുള്ളത്. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എങ്ങനെ എഴുതാം നമുക്ക്? ജീപ്പിൻ്റെ എണ്ണം എത്രയാണ്? ഓക്കെ, ജീപ്പിൻ്റെ എണ്ണം എത്രയാണ്? ഇനി സൈക്കിളും ബസ്സും കൂടെ കൂട്ടിയാൽ എത്രയാണ്? സൈക്കിളും ബസ്സും കൂട്ടിയാൽ എത്രയാണ്? ഇനിയോ ജീപ്പിൻ്റെ ജീപ്പിനേക്കാൾ എത്ര എണ്ണം കുറവാണ് ബസ്? ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂട്ടുകാർ തയ്യാറാക്കേണ്ടത്. ഇനി എന്തെല്ലാം കാണാം എന്നുള്ള പ്രവർത്തനമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങളുടെ സ്കൂൾ കെട്ടിടത്ത് നോക്കൂ. വാതിൽ, ജനൽ, ബോർഡ്, സ്വിച്ച് ബോർഡ്, ഫാന്, ലൈറ്റ് എന്നിങ്ങനെ എന്തെല്ലാം കാണാം. അത് എത്ര ഉണ്ടെന്ന് ചിത്രം വരയ്ക്കുക. അത് എണ്ണവും എഴുതി കൊടുക്കുക. എന്നിട്ട് ഇവിടെ എൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കണം. എന്തെഴുതാം? ആകെ എത്ര വാതിലുകളുണ്ട് എന്ന് ചോദിക്കാമല്ലേ. ആകെ എത്ര വാതിലുകളുണ്ട്? ഇനിയോ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഏറ്റവും കൂടുതലുള്ളത് കൂട്ടുകാർ നല്ല വൃത്തിയിൽ എഴുതണേ കേട്ടോ. എന്താണ്? ഇങ്ങനെ ഏതെങ്കിലും 2 ചോദ്യങ്ങൾ നിങ്ങൾക്കവിടെ ചോദിക്കാം. ഇനി അടുത്തത് ചിത്രവായന എന്നുള്ളതാണ്. പേജ് നമ്പർ 173 ചിത്രം നോക്കൂ. നമ്മൾ പാഠം തുടങ്ങുമ്പോഴേ കണ്ട ചിത്രമാണ്. ചിത്രത്തിലുള്ള ജീവികൾ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ കുരങ്ങ് നിങ്ങൾ നോക്കുക, ടീച്ചർ എഴുതുന്നത് കറക്റ്റാണോ എന്നുള്ളത്. കുരങ്ങ് 6 എണ്ണമാണ് ഉള്ളത്. ഇനി അവിടെ ഉള്ളത് നായയുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നായ എന്ന് എഴുതി കൊടുക്കുക. നായ എത്ര എണ്ണമാണുള്ളത്? 1 നായയാണ് അവിടെ ഉള്ളത്. ഇനി മുയലുണ്ട്. മുയൽ
എത്ര മുയലുണ്ട്? 3 മുയലുണ്ട്. ഇനി അണ്ണാനുണ്ട്, അണ്ണാൻ. 8 അണ്ണാനുണ്ട്. ഇനി പൂച്ചയുണ്ട്, പൂച്ച. എത്ര പൂച്ചയുണ്ട്? 2 പൂച്ച. ഇനി കാക്കയുണ്ട്, അപ്പോൾ കാക്ക എന്ന് എഴുതുക. കാക്ക 5 കാക്കയാണുള്ളത്. തത്തയുണ്ട്, തത്ത. എത്രയാണ്? 3 തത്തയുണ്ട്. ഇനി മൈനയുണ്ട്, മൈന. മൈന 3 മൈനയുണ്ട്. ഓക്കെ. ഇനി അവിടെ വേറെ ഏതെങ്കിലും ജീവികളെ കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് നേരെ താഴേക്ക് പോവാം. എൻ്റെ ചോദ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഏറ്റവും കൂടുതലുള്ള ജീവി ഏത്? ഏറ്റവും കുറവുള്ള ജീവി ഏത്? ഇനി ഒരെണ്ണം മാത്രമുള്ളത് ഏതെന്ന് ചോദിക്കാം അല്ലേ? ഒരെണ്ണം മാത്രമുള്ള ജീവി ഏത്? ഇനി 3 എണ്ണമുള്ള ജീവികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ചോദിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാഠഭാഗം കഴിഞ്ഞു. കുഞ്ഞു പാഠഭാഗമാണ്. ഇനി നമുക്കിതിലെ വിലയിരുത്തൽ പ്രവർത്തനമാണ് നോക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കി നോക്കാം. ഓക്കെ, റെഡിയാണോ? ഇവിടെ മിലൻ്റെ സ്കൂളിലെ കുട്ടികളുടെ വിവരമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുള്ളത് ഏത് ക്ലാസ്സിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? 3-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവിടെ എന്താ കൊടുക്കേണ്ടത്? നമ്മൾ 3-ാം ക്ലാസ് എന്ന് എഴുതി കൊടുക്കുക. 3-ാം ക്ലാസ്. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഏത് ക്ലാസ്സിലാണ്? അപ്പോൾ ഇതെന്ത് ചെയ്യണം? നമ്മൾ കൂട്ടി നോക്കണം. അപ്പോൾ 1-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കണം. 15ഉം 19ഉം കൂടെ പ്ലസ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 34 എന്നുത്തരം കിട്ടും. 20ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 40. ഇനി 19ഉം 22ഉം കൂടെ കൂട്ടുമ്പോൾ 41. 20ഉം 17ഉം കൂടെ കൂട്ടുമ്പോൾ 37. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഏതിലാണ്? 3-ാം ക്ലാസ്സിൽ തന്നെയാണ്. അപ്പോൾ അവിടെ വീണ്ടും 3-ാം ക്ലാസ് എന്ന് ഉത്തരം വരും. 3-ാം ക്ലാസ്. ഇനി 4-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കുറവാണ് 1-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം? അപ്പോൾ 4-ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് എത്ര പേരാണ്? 20 പേരാണ് അല്ലേ? 20 പേരാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് 15ആണ്. അപ്പോൾ 20 - 15 എന്ന് പറയുന്നത് എത്രയാണ്? 5ആണ്. അപ്പോൾ 5ആണ് കുറവുള്ളത്. ഒരേ എണ്ണം ആൺകുട്ടികൾ ഉള്ളത് ഏതൊക്കെ ക്ലാസ്സുകളിലാണ്? അപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒരേ എണ്ണം ആൺകുട്ടികളുള്ളത് ഒന്ന് ഏതാണ്? ഒന്ന് 2-ാം ക്ലാസ്സിലും മറ്റൊന്ന് 4-ാം ക്ലാസ്സിലും. ഒക്കെ 2-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും. ഇനി ആൺകുട്ടികളുടെ മിലൻ്റെ സ്കൂളിലെ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കുക. അഥവാ 15 + 20 + 19 + 20 എത്രയാണ്? 74ആണ്. ഓക്കെ. ഇനി പെൺകുട്ടികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കൂട്ടി നോക്കാം. 19 + 20 + 22 + 17 എത്രയാണ്? 78ആണ്. ഇനി ആകെ കുട്ടികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. 74 + 78 ചെയ്ത് നോക്കുക. 78 എത്രയാണ്? 152ആണ്. ക്ലിയർ ആയില്ലേ? സംശയമില്ലല്ലോ. നമുക്ക് ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. കുഞ്ഞൊരു പാഠഭാഗമാണ്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് 4-ാം ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ എടുത്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.